അയാൾ മറച്ചു വെച്ചതിന്റെ ഉദ്ദേശം താങ്കൾ ചോദിച്ചോ? ഇല്ല. അപ്പോ ചിലരെ മാത്രം തെരഞ്ഞു പിടിച്ച് അന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ചിലർക്ക് നേരെ മാത്രമേ അങ്ങയുടെ അന്വേഷണം നീങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങൾ അങ്ങ് മറന്നുപോയി, അല്ലെങ്കിൽ ബോധപൂർവം കണ്ണടച്ചു. ഓക്കെ, പ്രിയങ്ക മരിച്ച സ്ഥലത്തു നിന്നും പ്രിയങ്കയുടെ വസ്ത്രങ്ങൾ നിങ്ങൾ കണ്ടെടുത്തു. ആ വസ്ത്രങ്ങളാണ് രാധിക തിരിച്ചറിഞ്ഞത്. പക്ഷേ ഈ കാര്യത്തിൽ ഏറ്റവും വിലപിടിച്ചൊരു തെളിവുണ്ടല്ലോ, പ്രിയങ്കയുടെ ഫോൺ. അതെവിടെ? അങ്ങനെയൊന്നും ബോഡി കിടന്ന സ്ഥലത്തുനിന്ന് കിട്ടിയില്ല. ശരി, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും താങ്കൾ അന്വേഷിച്ചിട്ടില്ല. പ്രിയങ്കയുടെ ആ മൃതദേഹം ആദ്യം കണ്ടതാരാ? അത് ആക്രി പറക്കുന്ന ഒരാളാ. അയാളെ കസ്റ്റഡിയിലെടുത്തോ? ചോദ്യം ചെയ്തിരുന്നോ? ഇല്ല. പോലീസ് അവിടെ എത്തുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോയിരുന്നു. അയാളാണ് ആദ്യം കണ്ടതെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. അതായത് സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ ആരും താങ്കൾക്ക് മൊഴി തന്നിട്ടില്ല. പക്ഷേ വരുണും രാധികയും പ്രിയങ്കയെ കൊന്ന് കത്തിച്ചു എന്ന് നിങ്ങൾ വ്യക്തമായി അന്വേഷണ റിപ്പോർട്ടും എഴുതി. ഒരു അന്വേഷണം കോടതിയുടെ മുമ്പിൽ നിരത്തുന്നു. പ്രിയങ്കയുടെ ഫോൺ ലഭിച്ചതോ ഇദ്ദേഹത്തെ കണ്ടെത്തിയതോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചാൽ അദ്ദേഹം അത് നേരായ രീതിയിൽ കൈകാര്യം ചെയ്യില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം SP ആർ രാജീവിന്റെ സഹായം ഞങ്ങൾ തേടിയിരുന്നു. അതനുസരിച്ച് പ്രിയങ്കയുടെ കോൾ ഹിസ്റ്ററി ഞങ്ങൾ പരിശോധിക്കുകയും തട്ടിക്കൊണ്ടുപോകലിന് മിനിറ്റുകൾക്ക് മുൻപ് അതിനുശേഷം പ്രിയങ്കയുടെ ഫോണിലേക്ക് ഏറ്റവും കൂടുതൽ വിളിച്ച നമ്പറുകൾ ടാർഗറ്റ് ചെയ്തു. ഈ കേസിലെ നിർണായകമായ തെളിവിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. അത് ഒരു ക്രിമിനൽ സംഘമായിരുന്നു. അവരെ കോടതിയിൽ ഹാജരാക്കാൻ കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. യുവർ ഓണർ, ഈ നിൽക്കുന്നവർ അറിയപ്പെടുന്ന കുറ്റവാളികളാണ്.
ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇതിൽ ഒരാളുടെ ഫോണിലേക്ക്, ഈ നിൽക്കുന്ന അജയൻ എന്ന ആളുടെ ഫോണിലേക്ക് പ്രിയങ്കയുടെ വിളി നിരന്തരമുണ്ടായിരുന്നു. ഇയാൾ തിരിച്ചും വിളിച്ചിരുന്നു. പ്രിയങ്കയെ മുഖം മൂടിയിട്ട ആളുകൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് രാത്രി 12:12 12:12 12:13 ഇയാളുടെ ഫോണിൽ നിന്നും പ്രിയങ്കയ്ക്ക് കോൾ ഉണ്ടായിരുന്നു. വരുൺ താലി കെട്ടിയ മുഹൂർത്തത്തിൽ പ്രിയങ്ക കതിർമണ്ഡപത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അന്നേ ദിവസം പ്രിയങ്ക ഒരു സിനിമയുടെ പൂജയിൽ പങ്കെടുത്തിരുന്നു. നിങ്ങളുടെ അറിവോടെ. ആ സിനിമയുടെ പൂജയുടെ മുഹൂർത്തം വിവാഹത്തിന്റെ അതേ മുഹൂർത്തമായിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് രണ്ടിടത്തും ഒരുപോലെ പ്രത്യക്ഷപ്പെട്ടത്? പറ.